ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവാണ്. ഇതിനു വേണ്ടി 1/2 കിലോ ബസ്മതി റൈസാണ് നമ്മൾ എടുക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതുപോലെ ഒരു സവാള നല്ലപോലെ ഫ്രൈ ചെയ്ത് വെക്കാം. ഗ്രീൻ പീസ് ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ബൗൾ എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു പച്ചമുളക് ചേർത്ത് അരച്ചെടുത്ത മിക്സാണിത്. പിന്നെ ഓയിൽ, അത് റിഫൈൻഡ് ഓയിലോ പാം ഓയിലോ എന്തുകൂടി നമുക്ക് എടുക്കാവുന്നതാണ്. പുതിനയും മല്ലിയിലയും നമ്മൾ നല്ലപോലെ അരച്ചെടുത്ത പേസ്റ്റാണ്. ഇനി നമുക്ക് അല്പം ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കാം. ഒരു ചെറിയ മീഡിയം സൈസ് കിഴങ്ങ് നമുക്കിതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ 6 ഫ്രഞ്ച് ബീൻസ് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ബേ ലീഫ് എടുക്കാം. ഇതുപോലെ 2 തക്കോലം നമുക്ക് എടുക്കാം. അതുപോലെ 4 ഏലക്ക നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു 4 പീസ് കറുവപ്പട്ട നമുക്കെടുക്കാം. ഇനി നമുക്ക് അല്പം കോളിഫ്ലവർ ഇതുപോലെ നല്ലപോലെ കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചതാണ്. ഏകദേശം ഒരു 1.5 ബൗളോളം വരും. പിന്നെ മല്ലിയില ആവശ്യമായിട്ട് വരുന്നുണ്ട്, പുതിനയില, അതുപോലെ ഒരു 10 ക്യാഷ് നെയ്യിൽ വറുത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതുപോലൊരു നെയ്യ് എടുക്കാം. നമ്മൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് എടുക്കാം. അതുപോലെ ഒരു നാരങ്ങ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂണോളം നെയ്യ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറുവപ്പട്ട, തക്കോലം, അതുപോലെ തന്നെ ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കാഷ്യൂ, അതുപോലെ തന്നെ ബീൻസ്, വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് മുഴുവനോടെ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് അല്പം പാം ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡോ നമുക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. ഞങ്ങൾ അല്പം പാം ഓയിലാണ് എടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും നമ്മൾ അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തു. ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്ത് വെച്ച ബേ ലീഫ് ആഡ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 20 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ച റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇവിടെ 6 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം 3 കപ്പ് അരിയാണ് നമ്മളിവിടെ എടുത്തത്. ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ച ഒരു നാരങ്ങയുടെ നീര് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്ക് സിമ്മിലിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അല്പം കൂടി മല്ലിയിലയും പുതിനയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് അതിനുശേഷം മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ പുലാവും അതുപോലെ തന്നെ സാലഡും റെഡിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.